ദിവ്യ. ഉണ്ട് കാണാന്. പക്ഷെ ഹലോ ഗായ്സ്, എല്ലാവർക്കും ന്യൂ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെന്നൈയിൽ സെക്കൻഡ് ഡേ ആണ്. ഇനി നമുക്ക് ചായ കുടിക്കണം. അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോവാണ്ട്. ഫസ്റ്റ് എവിടേക്കാണ് പോണത്? നമുക്ക് ഇനി എന്തായാലും ഇവിടെ വന്നിട്ട് വെണ്ടല്ലൂർ സൂ എന്ന് കണ്ടുവരാം. അതെ, അപ്പോൾ ഇവിടുന്ന് ഒരു 1 hour ദൂരമുണ്ട്. നമുക്ക് ട്രെയിനിൽ പോകണം. അതായത് പാർക്ക് സ്റ്റേഷനിൽ നിന്ന് ചെങ്കൽപ്പേട്ട് ട്രെയിനിൽ കയറിയാൽ മതി. എന്നിട്ട് നമുക്ക് വെണ്ടല്ലൂർ കുറച്ച് ചീപ്പുമാണ്. അതെ, ഇന്ന് 2-3 സ്ഥലങ്ങൾ നമ്മളെ ലിസ്റ്റിലുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും ശരത്തേട്ടൻ ടൈം മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ലേറ്റ് ആവണ്ട. നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് താഴത്തുണ്ട്. അത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ സ്റ്റേഷനിൽ പോവാം. സ്റ്റേഷനിൽ നിന്ന് നേരെ സൂ. ഓക്കെ ഓക്കെ. വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വണ്ടി കിട്ടുള്ളൂ. അത് പ്രശ്നം. അപ്പോൾ ടൈമിൽ കിട്ടിയില്ലെങ്കിൽ പണി. ചെന്നൈനെ കുറിച്ച് എല്ലാ പഠനം നടത്തിയ ശരത്തേട്ടുള്ളപ്പോൾ നമുക്ക് എന്തിനു ഭയക്കാം. എവിടെ എത്തി ശരത്തേട്ടാ? താമ്പരം. ഇനി എത്രാമത്തെ സ്റ്റോപ്പാണ്? അടുത്ത സ്റ്റോപ്പ് നമ്മുടെ വെണ്ടല്ലൂർ സ്റ്റോപ്പാണ്. വെണ്ടല്ലൂർ സ്റ്റോപ്പ്. അവിടെ നമുക്കൊരു ഓട്ടോ വിളിച്ചൊരു 100 രൂപയുടെ പോയിന്റുണ്ടാവും. റാപ്പിഡോ ബുക്ക് ചെയ്യും. നമ്മൾ റാപ്പിഡോയിൽ ഓട്ടോ ബുക്ക് ചെയ്തു. അവർ വിളിച്ചു, അവർക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റം ഇവിടെ അടിപൊളിയാണ്. കാരണം നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് ട്രാവൽ ചെയ്യാം. മറ്റൊക്കെ ഭയങ്കര പൈസയാണ്. തോന്നിയ പോലെ ഒരു പൈസ പറയും. ഇതാവുമ്പോൾ അഫോർഡബിൾ ആണ്. പിന്നെ 10-20 എന്തെങ്കിലും എക്സ്ട്രാ ചിലപ്പോൾ കൊടുത്താൽ മതി. അതിന് കുഴപ്പമില്ല, നമുക്ക് വേഗം. അതിനും കുഴപ്പമില്ല. ഇവിടുന്ന് ഏറ്റവും സൗകര്യം എന്താ വെച്ചാൽ ഓട്ടോയിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റുകയാണ് ഏറ്റവും, അല്ലേ? അതെ അതെ, അതാണ് സുഖം. ഇനി ഏകദേശം ഒരു 2 കിലോമീറ്റർ തന്നെ ഉള്ളൂ. ഓടിക്കാൻ അറിയാതെ ഞാൻ എന്ത് ചെയ്യും? ശരത്തേട്ടന്റെ ബാക്കിൽ ഞാനിരിക്കും. എന്നിട്ട് ഒരാൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. നടക്കും, ഞാൻ സൈക്കിളിൽ പോകും. പാവ, എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല. എന്ത് ക്രൂരനാണ് ശരത്തേട്ട. ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് 200 രൂപയാണ്. അപ്പൊ നമുക്ക് 400 രൂപയായിട്ടുണ്ട്. പിന്നെ ഇത് എത്ര ഏക്കറിലാണ്? 1500 ഏക്കറിലാണിത്. പരിപ്പളകും. അപ്പോൾ 200 രൂപ സംബന്ധിച്ച് കുറവാന്നാണ് തോന്നുന്നത്. ഇനി സൈക്കിളുണ്ട്, പിന്നെ കുറേ വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഏതാ പറ്റുന്ന വെച്ചാൽ അതിൽ പോവാം. നടക്കണം എന്നുള്ളവർക്ക് നടക്കാം. പക്ഷെ നമുക്ക് നടക്കാനുള്ളൊരു മൂടത്തില്ല. പിന്നെ നമുക്ക് ഇവിടുന്ന് വേഗം പോകണം. അപ്പോൾ നമ്മൾ സൈക്കിൾ ഒന്ന് നോക്കി നോക്കാം. ൊക്കെ ചവിട്ടി വരികയാണെങ്കിൽ ഇടിക്കോ? ഒരു മയിൽ. അവിടെ നിൽക്കുന്നുണ്ട്. അടിപൊളി സൈക്കിൾ കേട്ടോ. മണിക്കൂർ വെച്ചിട്ട് റേറ്റ് കൂടും. എന്താ പിന്നെ കൂട്ടാത്തൊരു പരിപാടി? അതേ, മണിക്കൂർ വെച്ച് ക്യാഷ് കൂടും. പോണ്ടേ? ഉണ്ട് കാണാന്. പക്ഷെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ നിന്നാ പിന്നെ അതിന് തന്നെ സമയം ഉണ്ടാവുള്ളൂ. കുറച്ചൊക്കെ നമുക്ക് പറ്റുന്നത് കാണിക്കാം. ഓക്കെ, ബൈ.
അടിപൊളിയായിട്ടുണ്ട്. അവിടെ ഫോറസ്റ്റ് പിന്നെ നിറയെ കാട്ടുപോത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ നോക്കാം. ഞാനങ്ങനെ ചോദിച്ചൊരു മൃഗത്തെ ഞാൻ കണ്ടു. കപ്പിൾസ് ആയിട്ട് ആന അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് സുഖം ചേർത്തിട്ട് ഇതൊരു കാട് പോലെയല്ലേ അല്ലേ? ഹായ്, അടിപൊളി. അപ്പൊ അവർക്കൊരു സൂലാന്ന് തോന്നില്ല, ഒരു കാട്ടിൽ തന്നെ നിൽക്കണ ഫുഡും കിട്ടും. പിന്നെ ഇത് ഫുള്ള് കാടാണ് അങ്ങോട്ട് ഫുള്ള്. അപ്പൊ അവർക്ക് അവരുടേതായ ഒരു പ്ലേസിലെ സന്തോഷമായോ? പോണ്ടേ, വീട്ടിൽ പോണ്ടേ? ഇനി നമ്മളിവിടുന്ന് ഇറങ്ങാട്ടോ. നമ്മൾ ഇപ്പൊ എൻഡിലെത്തി. ഇനി നമ്മൾ നേരെ ട്രെയിന് എടുത്തിട്ട് സ്ട്രീറ്റിൽ പോയിട്ടുള്ള അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഒരു ന്യൂ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയോ നല്ല കൂട്ടായിട്ട് പാല് വേണം എന്നൊക്കെ പറഞ്ഞപ്പോ പാലൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. എന്താ പറയാ, പിടിച്ചിരിക്ക. എന്റെ പേര് ദിവ്യ. ഹോസ്പിറ്റലാ. ബൈ. നമ്മള് ട്രെയിൻ വെയിറ്റ് ചെയ്യാണ്. പിന്നെ അപ്പൊ ദിവ്യനെ നമ്മൾ കണ്ടു. പക്ഷെ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമായിട്ടോ. കാരണം അവളുടെ അമ്മയും അച്ഛനൊന്നും ഇവിടെ ഇല്ല, ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു വീടൊക്കെ ഉണ്ടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വീടില്ലേ, ഇവിടെ തന്നെയാണ് കഴിയാറ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം. കാരണം എന്താ വെച്ചാൽ അപ്പൊ പൈസ ഒന്നും വേണ്ട, പാല് വാങ്ങി തന്നാൽ മതിയായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഒന്നും കഴിച്ചിട്ടില്ല. ആള് പിന്നെ പോയിട്ടോ, ബിസ്ക്കറ്റും വാങ്ങിക്കൊടുത്തു. എന്തായാലും അങ്ങനെ നമുക്കൊരു ഫ്രണ്ടിനെയും കൂടി കിട്ടി, ദിവ്യക്കുട്ടി. അടിപൊളി. നേരെ നമുക്ക് SM സ്ട്രീറ്റ്. കറക്റ്റ് ടൈം ആട്ടോ ശരത്തേട്ടൻ. എങ്ങനെ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്യണേ? കാരണം നമ്മൾ കറക്റ്റ് 2 മണിക്കൂർ സൂര്യലെടുത്തു. കാരണം ഇനി ഉണ്ട് അവിടെ കാണാൻ. നമുക്ക് നേരെ SM സ്ട്രീറ്റിലേക്ക് വിടാം. അവ അടിക്ക് പോവാ. സ്ട്രീറ്റ് എന്നൊരു സോക്സ് അഡിഡാസ് ക്യാപ്പ് വേണോ ക്രിക്കറ്റ് കളിക്കാൻ? ചെക്കന് ഇത് ഇഷ്ടമായോ? ഞാനെന്റെ കമ്മൽ കളക്ഷൻ ഇഷ്ടം പോലെ നമ്മള് 2 മാംഗോ ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് സ്ട്രീറ്റ്? അടിപൊളി. എല്ലാം കിട്ടും ഇവിടെ വന്നു. പക്ഷെ നമുക്ക് വാങ്ങി കഴിഞ്ഞ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ചെറിയ ഐറ്റംസ് നോക്കി. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. കുഞ്ഞു മക്കൾക്ക് പറ്റിയ ടീഷർട്ട്, ഉടുപ്പുകൾ ഒക്കെ. പൊട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഈ മോന്റെ പൊട്ട് ഒരുപാട് ബുക്സ് ഉണ്ട്. ശരത്തേട്ടൻ നല്ല വായിക്കും, അതുകൊണ്ട് ശരത്തേട്ടന് പറ്റും. അടിപൊളി. നമുക്ക് പാലത്തിന്റെ അടിയിലൊക്കെ ഷോപ്പുകളാണ്. ശരത്തേട്ടോ
ആ ശക്തിട്ട് നോക്കി ബാഗ് അടിപൊളി അല്ലേ? നോക്കാം. അടിപൊളി. അങ്ങനെ നമ്മള് തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. അടിപൊളി, സൂപ്പറായിരുന്നു. സൂ എക്സ്പീരിയൻസ് അടിപൊളി ശരത്തേട്ടാ. സൈക്കിളിലൊക്കെ ആയിട്ട് പിന്നെ സ്ട്രീറ്റിൽ പോയി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ കവർ ഞാൻ അവിടെ നിന്ന് വാങ്ങിട്ടോ. സംഭവം കണ്ണാപ്പിത്രാണ്, പക്ഷെ എന്നാലും എനിക്കിഷ്ടമായി. 200 അങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ ശരത്തേട്ടാ? അപ്പം ഇനി ഞങ്ങൾ നാളെ മോർണിംഗ് നമ്മുടെ നാട്ടിലേക്ക് തിരിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അടിപൊളി ദിവസം തന്നതിന് ഒരുപാട് താങ്ക്സ്. അടുത്ത ട്രാവലിംഗ് വീഡിയോ ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചെന്നൈ വ്ലോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പറ്റിയിട്ടില്ല അതിൽ മാക്സിമം ഒക്കെ, കാരണം നമുക്കും കാണണം, അതിൻ്റെ ഇടയിൽ കൂടെ ക്യാമറ എടുക്കണം, അങ്ങനെയൊക്കെ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി അടുത്തൊരു വ്ലോഗായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. See you.